ലോകേഷ് കനകരാജ് ചിത്രം കൂലിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങി തൃശ്ശൂർ രാഗത്തിൽ. ആ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. രാവിലെ 10 മണി മുതൽ തൃശ്ശൂർ രാഗത്തിൽ ആളുകൾ വന്ന് ക്യൂ നൽകിയാണ്. കാരണം ചിത്രത്തിൽ നമുക്കറിയാം ലോകേഷ് കനകരാജിന്റെ സംവിധാനം, രജനികാന്ത്, അനിരുദ്ധിന്റെ BGM തിയേറ്ററുകൾക്ക് എത്താൻ ഇത്രമാത്രം പോരെ. ഹൈ പാക്ഡ് മൂവി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. അത്രയും ആളുകൾ വെയിറ്റിംഗ് ആണ്. കാരണം ബോക്സ് ഓഫീസിൽ ഒരാഴ്ച മുന്നേ തന്നെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഈ തിരക്കാണ്. അപ്പോൾ നമുക്കറിയാം അന്നത്തെ ദിവസം, ആ റിലീസ് ദിവസം എത്രമാത്രം തിരക്കുകൾ തിയേറ്ററിൽ വരാൻ സാധ്യത നമുക്ക് ഈ പ്രീ റിസർവേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അനിരുദ്ധിന്റെ BGM എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഇപ്പോൾ ഒരു ട്രെൻഡാണ്. തിയേറ്ററിൽ അത്ര ഓളായിരിക്കും പടം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലോകേഷ് കനകരാജിന്റെ LCU. രാകേഷ് ബ്രോ, തൃശ്ശൂർ രാഗത്തിൽ കൂലിയുടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന തിരക്കാണ് കാണുന്നത്. പടം റിലീസ് ആവുന്നതിന് മുമ്പ് ഇത്ര തിരക്ക് എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ടോക്ക് ഉണ്ടായിരുന്നു തമിഴ്നാട്ടില് സിനിമ പ്രാന്ത് കൂടുതൽ എന്നുള്ളത്. പണ്ട് രജനീകാന്തിന്റെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പാലാഭിഷേകം പട്ടാഭിഷേകം ഒക്കെ കാണുമ്പോൾ തമിഴന്മാര് മണ്ടന്മാരാണെന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? മണ്ടത്തരല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിനിമയോടുള്ള അതിയായ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും കാണിച്ചു കൂട്ടും. അത് സിനിമയെ സ്നേഹിക്കാത്ത ആളുകൾക്കാണ് മണ്ടത്തരം എന്ന് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റിന്റെ ബുക്കിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേഡീസ് ഒരു തമിഴ് ചിത്രം ലോകേഷ് കനകരാജ് അങ്ങനെയില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. തമിഴ് തൃശ്ശൂർ രാഗത്തിൽ വരുന്നത് ഓരോ രണ്ട് വ്യക്തികളുടെ, ഒന്ന് ലാലേട്ടൻ, പിന്നെ ഒന്ന് ഇപ്പൊ ലോകേഷ് കനകരാജിന്റെ പടങ്ങളാണ്. ഇങ്ങനെ പ്രീ ബുക്കിംഗ് വേറൊരു പടം പറഞ്ഞ അല്ല, വേറൊരു പടം എന്നല്ല, ആയിരക്കണക്കിന് പടങ്ങൾ ഇവിടെ എല്ലാ നടന്മാരുടെയും നല്ല രീതിയിൽ കളിച്ചു പോയിട്ടുള്ള ഒരു തിയേറ്റർ അത് ഈ ലോകേഷ് കനകരാജ് അനിരുദ്ധ് പ്രത്യേക ഒരു ഇതാണ്. കാരണം കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു തിരക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കാലഘട്ടം ഉണ്ടായത്. ഇപ്പൊ വീണ്ടും രജനീകാന്തിന്റെ ഒരു സിനിമയ്ക്ക് വന്നിരിക്കും. അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ കത്തിക്കും. ഇത് 20-35 ഇടയിലുള്ള പ്രായമുള്ള പിള്ളേരാണ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്. ലേഡീസ് അടക്കം, പ്രായമായ സ്ത്രീകളടക്കം. നമുക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ല തിക്കും തിരക്കും കാരണം ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പൊ എമ്പുരാനും ആ റേഞ്ചിലേക്ക് പിന്നെ ഗംഭീരായിരിക്കും.